വിഷം നൽകി എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ റഷ്യ അന്നും ഇന്നും ആരോപണം നേരിടുന്നുണ്ട്. മാരകമായ വിഷം ഉള്ളിൽ ചെന്ന് റഷ്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നിരവധിയാണ്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനി ജയിലിൽ കഴിയുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണം പലരും പ്രവചിച്ചിരുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ശനിയാഴ്ച നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ വിഷം നൽകിയാണ് അലക്സി നവാൽനിയെ കൊല്ലപ്പെടുത്തിയതെന്ന് പറയുന്നു. നവാൽനിയുടെ ശരീരത്തിലെത്തിയത് തവളയുടെ തൊലിയിൽ നിന്ന് ശേഖരിച്ച മാരകമായ വിഷമാണെന്നാണ് ആരോപണം. നവാൽനിയുടെ ശരീര സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരിശോധനയിൽ എപ്പിബാറ്റഡിൻ എന്ന മാരകമായ ന്യൂറോ ടോക്സിൻ സാന്നിധ്യം കണ്ടെത്തി. നവാൽനിയെ പോലെ ലോകമറിയുന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ ഉറപ്പിച്ച് വിഷമോ മറ്റെന്തെങ്കിലും വസ്തുവോ ജയിലിലെ സെല്ലുകളിൽ എത്തിക്കണമെങ്കിൽ റഷ്യൻ ഭരണകൂടം അറിയാതെ സാധിക്കില്ല. നവാൽനിയുടെ ശരീരത്തിൽ എപ്പിബാറ്റഡിൻ എന്ന മാരക വിഷം ഉണ്ടായിരുന്നതായി ഈ രാജ്യങ്ങൾ വെളിപ്പെടുത്തൽ നടത്തി. ഇക്വഡോറിൽ കാണപ്പെടുന്ന പോയിസൺ ഡാർട്ട് തവളകളുടെ തലയിലെ തൊലിയിൽ നിന്നാണ് എപ്പിബാറ്റഡിൻ എന്ന വിഷം ശേഖരിക്കുന്നത്. മോർഫിനേക്കാൾ 200 മടങ്ങ് വീര്യമുള്ള എപ്പിബാറ്റഡിൻ കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും പക്ഷാഘാതത്തിനും മരണത്തിനും കാരണമാക്കുകയും ചെയ്യും. കടുത്ത ശിക്ഷയ്ക്ക് വിധേയനാക്കി വീര്യമേറിയ വിഷം നൽകി റഷ്യ ഇത്രയേറെ ഭയപ്പെട്ട അലക്സി നവാൽനി ആരായിരുന്നു? വ്ളാഡിമിർ പുടിനെ ഏറ്റവും പേടിക്കുന്ന മനുഷ്യനെന്ന് വോൾ സ്ട്രീറ്റ് ജേണൽ വിശേഷിപ്പിച്ച റഷ്യൻ സർക്കാരും പുടിനും നടത്തിയ അഴിമതിയുടെ അണിയറ കഥകൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന ബ്ലോഗർ. ഇങ്ങനെ റഷ്യൻ രാഷ്ട്രീയത്തിൽ അലക്സി നവാൽനി തീർത്ത വിപ്ലവങ്ങൾ നിരവധിയാണ്. തന്റെ എതിരാളികളെ ഏതുവിധേനയും ഇല്ലാതാക്കി മുന്നേറുന്ന പുടിന്റെ വെല്ലുവിളിയായിരുന്നു നവാൽനി. 2013 ജൂലൈയിൽ മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിൽ നവാൽനി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം അദ്ദേഹം അഴിമതി കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. 5 വർഷത്തെ തടവായിരുന്നു ശിക്ഷ. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നവാൽനിക്ക് തടവ് ശിക്ഷ കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുടിനെതിരെ മത്സരിക്കാൻ കഴിയില്ലെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിധിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ മുഖമായി പുടിനെ എതിർത്തുകൊണ്ട് ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അലക്സി നവാൽനി മാത്രമായിരുന്നു. തനിക്കെതിരെ ശബ്ദിച്ചവരെയെല്ലാം നിശബ്ദരാക്കിയ പുടിൻ നവാൽനിയെയും വിടാതെ വേട്ടയാടി. കള്ളക്കേസുകളും വിഷപ്രയോഗവും എല്ലാമാണ് പിന്നാലെ വന്നത്. അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തികളിൽ 5 വർഷം തടവ് ശിക്ഷ. പക്ഷേ ജനകീയ പ്രതിഷേധത്തിന് പിന്നാലെ തടവിൽ നിന്ന് മോചിപ്പിച്ചു. 2017 വീണ്ടും ജയിലിലാക്കി. പിന്നീട് നവാൽനിയെ വീഴ്ത്താൻ വിഷപ്രയോഗമായിരുന്നു കൈക്കൊണ്ടത്. സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ വെച്ച് നവാൽനി അബോധാവസ്ഥയിലായി. 32 ദിവസമാണ് ചികിത്സയിൽ കഴിഞ്ഞത്. തന്റെ അടിവസ്ത്രത്തിൽ വിഷം ഒളിപ്പിച്ചിരുന്നതായും ഇതാണ് തന്നെ മരണത്തിന്റെ വക്കോളം എത്തിച്ചതെന്നും മരണത്തിൽ നിന്നും തിരിച്ചെത്തിയ നവാൽനി പറഞ്ഞു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നവാൽനിയെ വീണ്ടും പുടിൻ വേട്ടയാടി. അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിൽ അടക്കുകയായിരുന്നു. കടുത്ത കാരാഗ്രഹവാസത്തിനിടെയാണ് നവാൽനി മരണപ്പെടുന്നത്. നവാൽനിയുടെ മരണത്തിന് പിന്നിൽ റഷ്യയാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പലതവണ ആരോപിച്ചിരുന്നുവെങ്കിലും റഷ്യ അത് തള്ളിക്കളഞ്ഞിരുന്നു. നടക്കാൻ പോയ നവാൽനിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് മരിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ ഈ ആരോപണം ഏറെ ഗൗരവമേറിയതാണ്.